കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിലെ അധികാര പോരാട്ടം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്ന നാണക്കേടായി മാറുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള നീണ്ട തർക്കങ്ങൾക്കും ഗ്രൂപ്പ് ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ ഡൽഹി നേതൃത്വം ഇടപെട്ടിട്ടും വ്യക്തമായ തീരുമാനം ഉണ്ടാകാത്ത അവസ്ഥയിലാണ് പാർട്ടി. ഇതിനിടെയാണ് സോണിയാഗാന്ധി അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നത്. എന്നാൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന വലിയ ചോദ്യം മറ്റൊന്നാണ്. ഇത് യഥാർത്ഥ ആരോഗ്യ പ്രശ്നമോ അതോ കോൺഗ്രസിനകത്തെ രൂക്ഷമായ അധികാര തർക്കം പുറത്തറിയാതിരിക്കാൻ ഡൽഹി നേതൃത്വം സമയം നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമോ? മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ എന്നാണ് ഒടുവിലെ റിപ്പോർട്ട്. ചെറിയൊരു ശസ്ത്രക്രിയയ്ക്കായി ഗുരുഗ്രാമിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നേത്ര ചികിത്സയുടെ ഭാഗമായാണ് ശസ്ത്രക്രിയ എന്നാണ് വിവരങ്ങൾ. കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു സോണിയാഗാന്ധി. നിലവിലെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച നീളാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോണിയാഗാന്ധി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ വർഷം ജനുവരിയിൽ ശ്വസന തടസ്സത്തെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡൽഹിയിലെ കഠിനമായ തണുപ്പും അന്തരീക്ഷ മലിനീകരണവും കാരണം ആസ്മ വർദ്ധിച്ചതാണ് അന്ന് ആരോഗ്യനില വഷളാകാൻ കാരണമായതെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഈ വർഷം തന്നെ മാർച്ചിൽ അസ്വസ്ഥതയെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാഗ്രാം ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. 2025 മാത്രം ഉദര സംബന്ധമായ അസുഖങ്ങളെ തുടർന്നും പതിവ് പരിശോധനകൾക്കുമായി 3 തവണയെങ്കിലും അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോര് ഇനിയും സാധാരണ നേതൃചർച്ചയല്ല, മറിച്ച് പാർട്ടി പിളർന്നടിയാൻ വരെ സാധ്യതയുള്ള ശക്തി പ്രകടനമായി മാറിയിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സോണിയാഗാന്ധിയുടെ ആശുപത്രിവാസം ശരിക്കും ഒരു നാടകമാണോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഒരു വിഭാഗം KC വേണുഗോപാലിനെ ശക്തമായി കേരളത്തിൽ മുന്നിൽ നിർത്തുമ്പോൾ മറുവിഭാഗം അതിനെ തുറന്ന എതിർപ്പോടെയാണ് കേരളത്തിൽ നേരിടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം A ഗ്രൂപ്പ് I ഗ്രൂപ്പ് രാഷ്ട്രീയം കുറഞ്ഞുവെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് ഇന്ന് പഴയതിലും മോശമായ ഗ്രൂപ്പ് യുദ്ധത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ ഐക്യം സംസാരിക്കുന്ന നേതാക്കൾ അകത്താകെ പരസ്പരം തകർക്കാനുള്ള നീക്കങ്ങളിലാണെന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നം ചർച്ചകളുടെ കേന്ദ്രമാകുന്നത്. നിർണായക യോഗങ്ങൾ മാറ്റിവെക്കപ്പെടുകയും തീരുമാനം വീണ്ടും നീളുകയും ചെയ്തതോടെ സോണിയുടെ അസുഖം കോൺഗ്രസിന് താൽക്കാലിക രക്ഷാകവചമായി ഉപയോഗിക്കപ്പെടുകയാണോ എന്ന സംശയവും ശക്തമാവും. കാരണം ഒരു ദേശീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ മാത്രം ആശ്രയിച്ച് നിലയ്ക്കുന്നത് തന്നെ പാർട്ടിയുടെ സംഘടനാ ദൗർബല്യത്തിന്റെ തെളിവാണ്. യഥാർത്ഥത്തിൽ ഡൽഹി നേതൃത്വത്തിന് തന്നെ കേരളത്തിൽ ആരെ മുന്നോട്ട് വെക്കണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടങ്ങിയ പുതിയ ശക്തി കേന്ദ്രം പാർട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ തലമുറ നേതാക്കൾ അതിനെ എളുപ്പത്തിൽ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതാണ് സൂചന. അതുകൊണ്ട് തന്നെ തീരുമാനം വൈകുന്നത്രയും പാർട്ടിക്കുള്ളിലെ അസന്തോഷം പുറത്തേക്ക് കൂടുതൽ ചോർന്നു പോവുകയാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച ഇന്ന് കോൺഗ്രസിന്റെ ഭാവി ആരുടെ കയ്യിലാകുമെന്ന അധികാര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് CPM-ഉം LDF-ഉമാണ് എന്നതാണ് കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും അതിനെ മുതലെടുക്കേണ്ട പ്രതിപക്ഷം സ്വന്തം ഗ്രൂപ്പ് വഴക്കുകളിൽ തകർന്നടിയുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസ്യതയുള്ള ബദലായി മാറേണ്ട പാർട്ടി ഇന്ന് പദവി പങ്കിടലിനായി പരസ്പരം പോരടിക്കുന്ന നേതാക്കളുടെ കൂട്ടായ്മയായി ചുരുങ്ങുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പലതവണ കോൺഗ്രസിനെ തകർത്തത് എതിരാളികളല്ല, പാർട്ടിക്കുള്ളിലെ അധികാര ദാഹമാണെന്ന വിമർശനം വീണ്ടും ശരിവയ്ക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കമാൻഡ് സംസ്കാരം, ഗ്രൂപ്പ് ലോബികൾ, ഡൽഹി ആശ്രിത രാഷ്ട്രീയം ഇതെല്ലാം ചേർന്ന് കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണ്. നേതാക്കൾ തമ്മിലുള്ള വിശ്വാസക്കുറവ് അത്രയും രൂക്ഷമായതിനാലാണ് ചെറിയൊരു തീരുമാനം പോലും ദിവസങ്ങളോളം നീളുന്നത്. ഒടുവിൽ സോണിയാഗാന്ധിയുടെ അസ്വാസ്ഥ്യം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുകയാണോ എന്ന ചോദ്യം ഉയരാൻ കാരണം കോൺഗ്രസിന്റെ തന്നെ പ്രവൃത്തികളാണ്. കാരണം വ്യക്തമായ നേതൃത്വമോ ഏകോപനമോ ഇല്ലാത്ത പാർട്ടി ഇന്നൊരു പ്രതിസന്ധി മറയ്ക്കാൻ മറ്റൊരു പ്രതിസന്ധിയെ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണെന്ന തോന്നലാണ് പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രി ഉടനില്ല എന്നത് തന്നെ ചുരുക്കം.